രാജ്യത്തിന് പുറത്ത് പോയി മാത്രമല്ല അകത്തുള്ളപ്പോഴും രാഹുൽ ഗാന്ധി ഭാരതത്തെയും ഭാരതീയരെയും അവഹേളിക്കുന്ന പതിവ് പരിപാടി തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അറ്റ് വിരുന്നിൽ രാഷ്ട്രപതി മുർമു 2 തവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വേഷം ധരിക്കാൻ തയ്യാറായില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഈ ദിനത്തിൽ ഭാരതീയരെ അധിക്ഷേപിച്ച സംഭവം. സർ, വിശദാംശങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയാൽ. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് എനിക്കൊന്ന് സ്വയം തൃപ്തിയില്ലാത്തൊരു മനുഷ്യനാണ്. കാരണം അയാള് തന്നെത്താനെ നമുക്ക് പുള്ളി അങ്ങ് ധരിക്കുകയാണ് പുള്ളി എന്തൊക്കെയാണെന്ന്, അല്ലെങ്കിൽ വേറെ അങ്ങനെ ധരിക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത് എന്നെ ആരും പരിഗണിക്കുന്നില്ലയോ, എനിക്കെന്തെങ്കിലും കുറവുകളുണ്ടോ എന്നുള്ള ആൾക്കാർ ഈ ഗോഷ്ടി കാണിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് സൈസാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും പുള്ളി നിരന്തരം ഈ ഒരുപക്ഷെ ഞാനൊരു രാജ്യവിരുദ്ധനാണ്, ഏറ്റവും അവസാനം പറയുമ്പോൾ ഒരു രാജ്യദ്രോഹിയാണ്, അതാണ് എൻ്റെ പണി എന്നുള്ളത് ഒരു നമ്മൾ പറയത്തില്ല സ്വയം വിശാൽ നെറ്റിക്ക് നമ്മൾ വണ്ടിക്ക് ബോർഡ് വെച്ചേക്കുന്ന പോലെ വെച്ചേക്കുക. അപ്പോൾ ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പബ്ലിക് ദിനം. ഈ റിപ്പബ്ലിക് ദിനത്തിനകത്ത് കഴിഞ്ഞ ദിവസം വന്ന രണ്ടു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, രഹസ്യാന്വേഷണ റിപ്പോർട്ട് അറ്റാക്ക് ഉണ്ടാകും എന്നുള്ളതായിരുന്നു. കാരണം ഇപ്പം സിഖ് ഭീകരന്മാർ, ഇവന്മാരിപ്പം സിഖ് ഭീകരന്മാരും ഒരുപക്ഷെ പാകിസ്ഥാൻ ഭീകരന്മാരും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകരന്മാർ, ഇവരെല്ലാം കൂടെ ഒറ്റ ടീമായിട്ടാണ് ഇപ്പം വർക്ക് അല്ലെ ഓർഗനൈസ് ചെയ്യുന്ന പ്ലാനിങ് നടത്തുന്നതെല്ലാം. ബംഗ്ലാദേശിൽ നിന്ന് പോലും ഇവിടെ ഭീകരന്മാർ കടന്നു കയറിയിരിക്കുന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം വന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ്റെ ഉൾപ്പെടെ ഉദ്ദേശം ഈ നമ്മുടെ ഈ എല്ലാ പ്രാവശ്യവും സ്വാതന്ത്ര്യ ദിനത്തിനോ അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിനോ സ്ഫോടനം ഉണ്ടാക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ ഡൽഹിക്കടുത്ത് നമുക്കറിയാമല്ലോ ഒരു സ്ഫോടനം ഓപ്പറേറ്റ് ചെയ്യുന്നത് പറ്റിയപ്പോൾ ആ പറ്റിയതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ചെയ്ത ഏറ്റവും അവസാനം കാർ പൊട്ടിത്തെറിച്ചു. അത് നമുക്ക് അതിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിപ്പം അതേ രീതിയിലുള്ള ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുപക്ഷെ അതിൻ്റെ പുറകെ ട്രംപും ഈ പറയുന്ന ഖാലിസ്ഥാൻവാദികളെ പ്രൊമോട്ട് ചെയ്യുന്ന യൂറോപ്യൻ കൺട്രീസും ഒക്കെ ഉണ്ട്. അവിടെ ആണല്ലോ ഉമ്മയുടെ പ്രൊമോഷൻ. ആ സമയത്താണ് ഇത് വലിയ വലിപ്പത്തിൽ ഗംഭീരമായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ഒരുപക്ഷെ ഇന്നലെ ആഘോഷിച്ചത്. ഇത് വലിയ ഈ നമ്മൾ പറയും യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നത്തെ കരാർ ഒപ്പിടുന്നതിന് വേണ്ടി. അവരൊക്കെ ഇത് വലിയ ആശ്ചര്യത്തോടു കൂടിയാണ്. കാരണം ഈ പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ഇതുവരെ ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ മിസൈലുകൾ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഈ മഞ്ഞ് പ്രദേശത്ത് നമ്മുടെ യോദ്ധാക്കളുണ്ടല്ലോ, അവരതേ ഡ്രസ്സിൽ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മൃഗങ്ങൾ ഇതിനെല്ലാം പ്രദർശിപ്പിച്ചു. ആ രീതിയിലേക്ക് വന്നിട്ട് ഇതെല്ലാം ഒരു നമ്മൾ പറയുമല്ലേ അടുക്കും ചിട്ടയും ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ പല രാജ്യങ്ങൾ ഇപ്പം വലിയ അടുക്കും ചിട്ടയുള്ള രാജ്യങ്ങൾ അമേരിക്ക അല്ലെങ്കിൽ മറ്റ് ചില രാജ്യങ്ങൾക്കപ്പുറം നമ്മുടെ സൈനിക ബലം അതിനെക്കാട്ടിൽ അടുക്കും ചിട്ടയിലും ആകർഷിക്കത്തക്ക രീതി ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇന്ത്യയിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള ആശ്ചര്യപ്പെടുന്ന രീതിയിൽ ഇപ്പൊ ഓരോന്നിനും ഓരോ ചിട്ട ഉണ്ടായിരുന്നു. ആ ചിട്ടയുടെ കൂട്ടത്തിൽ തന്നെ തോന്നുന്നു ഈ അറ്റ് ഹോം പരിപാടി അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അവിടെ അതിനകത്ത് ഡ്രസ്സ് ഒരുപക്ഷെ വടക്കിഴക്കൻ സംസ്ഥാനത്തിന് ഒരു പ്രത്യേക പ്രാതിനിധ്യം ഇപ്പൊ കൊടുക്കുന്നതിനകത്ത് വളരെ വലിയൊരു രാഷ്ട്രീയമുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനത്തിലേക്ക് കടന്നു കയറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ നമ്മളിൽ നിന്ന് മുറിക്കുന്നതിന് വേണ്ടി ബംഗ്ലാദേശിനെ ഉൾപ്പെടെ പാകിസ്ഥാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം അവിടെ നടന്നു. ആ നീക്കത്തിനെതിരെ നമ്മൾ വികസനത്തിന്റെ പേരിൽ അവരുടെ ബർമ ഉൾപ്പെടെ ചുറ്റി വളർന്നൊരു റെയിൽവേ പദ്ധതി കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ട്രെയിനിൽ വെച്ച് വിടാൻ പറ്റുന്ന മിസൈൽ പരീക്ഷിച്ചായിരുന്നു. അപ്പം വടക്കിഴക്കൻ സംസ്ഥാനത്ത് ഇതുവരെ പരിശോധനൊക്കെ ഇവിടെ ലൈറ്റ് ഇട്ട പാകിസ്ഥാൻ അടിക്കും. ഒരു പ്രാവശ്യം ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രതിരോധ മന്ത്രിയായിട്ട് ആന്റണി ചോദിച്ചു വടക്കിഴക്കൻ സംസ്ഥാനത്ത് അവിടെ ചെന്നപ്പോഴേ പരിഗണനയില്ലായിരുന്നല്ലോ. ചെന്നപ്പം ആന്റണി ചോദിച്ചു എന്താ ഇവിടെ ഈ വികസനമൊന്നും നടന്നത്, ലൈറ്റ് അയ്യോ പാടില്ല, ലൈറ്റ് വന്ന് ബോംബിടും ആരെ പാകിസ്ഥാൻ, കാരണം അവിടെ വീടുണ്ടെന്ന് അറിയത്തില്ല. ഇത് പറഞ്ഞെടുത്ത് നമ്മളവിടെ എല്ലാം സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ വിമാനങ്ങൾ ഇറങ്ങാൻ പ്രാപ്തമായിട്ട് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പം അവർക്ക് യോഗ്യമായിട്ട് രീതിയിൽ സഞ്ചരിക്കാൻ, യുദ്ധമുണ്ടായാൽ കയറിയിരിക്കാൻ ബങ്കറുകൾ, അതേ രീതിയിൽ ആ വടക്കിഴക്കൻ സംസ്ഥാനത്തെ BJP വന്നതിന് ശേഷം അവരുടെ കസ്റ്റഡിയിലാക്കുക എന്നുള്ളതല്ല, അവിടുത്തെ ജനങ്ങളെ വികസിപ്പിച്ചെടുത്ത് അവിടുത്തെ വേറൊരു കാര്യം അറിയാമല്ലോ, മ്യാൻമറെ ഈ പറയുന്ന ആസാമെ അല്ലെ ബംഗ്ലാദേശിന്റെ ചില പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി അവിടെ ഒരു ഈ നമ്മുടെ ഇവാഞ്ചിക്കൽ ക്രൈസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു ട്രംപിന്റെ ഒരു രാജ്യം കൊണ്ടുവരുന്നതിനുള്ള ശ്രമമുണ്ട്. അതായിരുന്നല്ലോ നേരത്തെ ഈ അവിടുത്തെ മണിപ്പൂരിലെ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ മണിപ്പൂരിൽ വിഷയമില്ലല്ലോ, അവിടെ പട്ടാളം ചെന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. മണിപ്പൂരിലൂടെ കരഞ്ഞുകൊണ്ട് പോയ രാഹുൽ ഗാന്ധിയൊക്കെ അവിടുത്തെ ജാതി പറഞ്ഞതും അവിടെ പള്ളി മാത്രം പൊളിച്ച കഥ പറഞ്ഞ മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ പള്ളി 200 പൊളിച്ചപ്പോൾ 497 അമ്പലം പൊളിച്ച കഥയുണ്ട്, അത് വെളി വന്നില്ല. അപ്പൊ അതിന്റെയൊക്കെ അജണ്ട ഇതായിരുന്നു. അപ്പൊ അതാണ് ഇയാളുടെ അജണ്ട.
മനസ്സിലായില്ലേ? ഇയാളുടെ അജണ്ട എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളുടെ അജണ്ട. ഒരു പ്രാവശ്യം പോലും ജനാധിപത്യ രീതിയിൽ ഇനി അധികാരത്തിൽ വരാൻ പറ്റത്തില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല, എൻ്റെ പാർട്ടിക്കുമില്ല, കഴിവുള്ളവനെ ഞാനിത് ഏൽപ്പിക്കത്തുമില്ല, അല്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയം എന്നുള്ള രീതിയിലാണ് അങ്ങനെ നിൽക്കുമ്പം ഇവിടെ ഒരു പലവട്ടം നോക്കി ഇവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അരാജകത്വം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, കലാപങ്ങൾ. ഈ കലാപങ്ങൾ എത്ര വട്ടം ഓപ്പറേറ്റ് ചെയ്തു? ഡീപ് സ്റ്റേറ്റ് പോലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ജൻസി കലാപം ഓപ്പറേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുമ്പം നമ്മുടെ ലഡാക്ക് വരെ നടന്ന അവൻ ഇപ്പോൾ ജൻസി കലാപം ഓപ്പറേറ്റ് ചെയ്ത് അവൻ എവിടെയാണെന്ന് പോലും അറിയത്തില്ല, അവനെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന തുടങ്ങുന്നതിന് മുമ്പ് പിടിച്ചു. അപ്പോൾ ഇവിടുത്തെ ജൻസി കലാപം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി കൂടുതൽ ചെറുപ്പക്കാർ ഇറങ്ങിയിട്ട് എണീറ്റ് കൂടാന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ ജൻസി ഇവിടുത്തെ രാജ്യത്തിന് വേണ്ടിയുള്ള ജൻസിയായിട്ട് മാറി, വേറെ ആർക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അതുകൊണ്ട് ജൻസികളെ നിങ്ങൾ എവിടെയെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. ഇവിടെ ഇന്നലെ ഇയാൾ ചെന്നിട്ട് ഇതിനകത്ത് ബീഹാർ ഇലക്ഷനകത്ത് ഞാൻ ഒരു അർത്ഥം പറ്റി അറിയോ? ബീഹാർ ഇലക്ഷനകത്ത് ആ ഷാളിന്റെ കാര്യം ഞാൻ ഓർക്കുന്നില്ല. ഈ നരേന്ദ്രമോദി ഇറങ്ങിയിട്ട് ഒരു ഷാൾ വീശി, ഓർമ്മയുണ്ടോ? അത് അവിടുത്തെ സാധാരണക്കാരനും പാമ്പ് പിടിച്ചോന്റെയും ഐഡന്റിറ്റിയാ ഈ ഷാളെന്ന് പറയുന്നത്. ഇത് വീശി കഴിഞ്ഞാൽ ഇവര് തൊഴിലിടങ്ങളിൽ ഇറങ്ങുന്ന പോലും സമയം ഇത് വീശിയ, ഇത് പുള്ളി വീശി. ഈ സമയത്ത് ഇയാളാണെങ്കിൽ അവിടുത്തെ മുക്കുമാരുടെ കൂടെ വെള്ളത്തിൽ ചാടി. ഇയാൾ വെള്ളത്തിലുമായി മോദിയുടെ ഒറ്റ വീശുകൊണ്ട് കണ്ടില്ലായിരുന്നു ഇലക്ഷൻ റിസൾട്ട്. അപ്പൊ ഇത് ആണ് മോദി, അല്ലെങ്കിൽ ആ പൾസ്, ജനത്തിന്റെ പൾസ് ഏതർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ ജനത്തിന്റെ ഓരോ പ്രദേശത്തെ ഓരോ ഇടത്തെയും പൾസ് അത്രത്തോളം അറിയാവുന്ന ഒരു നേതാവാണ്. നമ്മൾ മനസ്സിലാക്കണം. അതായത് ആ ഷാളിന്റെ വില ഇയാൾക്ക് അറിയാവുന്നത് ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോഴാണ്. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു ഡ്രസ് കോഡ് ഇവിടെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഒപ്പിടാൻ വന്നവർ പോലും ആ ഡ്രസ് കോഡ് പിന്നെ അവർക്ക് പറഞ്ഞുകൂടെ? നമുക്കവരെ നിർബന്ധിക്കാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യത്തുള്ള പോലെ ഉള്ള ഒരാളുടെ അടുത്ത് പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ ഇത് ഇടാമോ എന്ന് ചോദിക്കാൻ പറ്റുന്നതെന്ന് പറയാൻ ചെയ്യാം. പക്ഷെ അവര് പോലും ഇട്ടു. ഇയാൾ അവിടെ രൂപ ഇട്ടുകൊണ്ട് വന്നിട്ട് ഇയാൾ ഇത് നിഷേധിച്ചാൽ ഏറ്റവും വലിയൊരു വാർത്തയാവും. നിഷേധിച്ചു, വാർത്തയായി, വീണ്ടും ഇയാൾ രാജ്യവിരുദ്ധനായി. അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ കൊടുത്ത പ്രാധാന്യം, നമ്മൾക്ക് അവരെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ 7 സിസ്റ്റേഴ്സിനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സാധ്യത ഉണ്ടാക്കിയാൽ ബംഗ്ലാദേശിനോട് കൂടെ ചേർക്കാനും ഇത്തരത്തിൽ മാപ്പ് വരയ്ക്കാനും അതിന് കൂട്ടുനിൽക്കുന്ന അമേരിക്കയും പാകിസ്ഥാനും ഉള്ളപ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നു എന്ന് കാണിക്കാനായിരുന്നത്. അതൊരു ചർച്ചയായില്ലേ? ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ശത്രുക്കളുടെ കൂടെ നിൽക്കുന്ന രാഹുൽ ഗാന്ധി, നരേന്ദ്രമോദി, ഈ പറയുന്ന സാധാരണക്കാരന്റെ വസ്ത്രം ധരിക്കാൻ അയാൾക്ക് താല്പര്യമില്ലാത്ത, നരേന്ദ്രമോദിയല്ല, താല്പര്യമില്ലാത്ത രാഹുൽ ഗാന്ധി എന്നുള്ള രീതിയിലൊക്കെ ചർച്ചയാവുന്നുണ്ട്. അത് ഉടുപ്പൂരി, അവരെ ഉടുപ്പിടിക്കാൻ നോക്കിയല്ല, ഉടുപ്പ് മൊത്തത്തിൽ വീണ്ടും ഊരി നഗ്നനാക്കി നിർത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ദേശീയതയുടെ ഒപ്പം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു രീതി എങ്ങനെയാണല്ലോ, ഒരിക്കലും അദ്ദേഹം നിൽക്കാറില്ല. അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകളുണ്ട്. അതിൽ ആദ്യത്തെ പ്രത്യേകത ഇന്ത്യയെ എതിർക്കുക എന്നുള്ളത്. ഇന്ത്യയെ എതിർക്കുക എന്നതാണ്. പക്ഷേ നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞാണ് എതിർക്കുന്നത്. ഇപ്പോൾ പട്ക ധരിക്കാൻ അദ്ദേഹത്തോട് പലതവണ പറഞ്ഞപ്പോഴും അദ്ദേഹം നിരസിച്ചു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. 7 സിസ്റ്റേഴ്സ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിനെതിരെ ആരെങ്കിലും അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് യൂറോപ്യൻ യൂണിയനുള്ള എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കുക. ഞങ്ങൾ പരമ്പരാഗതമായി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവരാണ്, ഞങ്ങളവരെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ സന്ദേശത്തോട് അനുകൂലമായി പ്രതികരിച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാകുമോ എന്നാണ് അദ്ദേഹം നോക്കിയത്. അദ്ദേഹത്തിന് പ്രത്യേകമായ നേട്ടമൊന്നും ഉണ്ടാകില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒക്കെ മനസ്സിൽ നിന്ന് എങ്ങനെ പോകാമെന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹൈന്ദവതയെ അദ്ദേഹം പച്ചക്ക് എതിർക്കുന്നു. അതല്ല എങ്കിൽ RSSന്റെ പേര് പറഞ്ഞ് ഹിന്ദുക്കളെ എതിർക്കുന്നു. ഈ പരിപാടി അദ്ദേഹം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മനസ്സിലാക്കുന്നില്ല, ഇന്ത്യ ഇപ്പോഴും ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ളൊരു രാഷ്ട്രമാണ്. ഇവിടെ വോട്ട് ചെയ്യുന്ന കാര്യം വരുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ വോട്ടിനാണല്ലോ ഭൂരിപക്ഷ വാല്യൂ വരുന്നത്. ന്യൂനപക്ഷത്തിന് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്, അവരുടെ അംഗസംഖ്യ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇദ്ദേഹം മനസ്സിലായി. അദ്ദേഹത്തിന് ഇപ്പോഴും ന്യൂനപക്ഷത്തിന്റെ വോട്ട് എന്ന രീതിയിലാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഈ പട്ക എന്ന് പറയുന്നതിനൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇതൊരു ഹൈന്ദവ പാരമ്പര്യമുള്ള പരമ്പരാഗത വസ്ത്രം കൂടിയാണ്. അതായത് ഇതിനെ ഒരു മതപരമായ ഒരു ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ അത് ഹൈന്ദവതയാണ്. അത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവിടെ. അതാണ് അതെ. അപ്പൊ അത് അപകടകരമായ രീതിയിലല്ലേ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മാത്രമല്ല, യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള അംഗങ്ങൾ പോലും ഈ വേഷം ധരിക്കാൻ തയ്യാറായപ്പോൾ ആണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ പെരുമാറുന്നത്. അത് കൂടുതൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കാര്യം, അദ്ദേഹം ശ്രമിച്ചാൽ പോലും ഉള്ളിലുള്ളത് പുറത്ത് വരാതിരിക്കാനുള്ള ഒരു സാധ്യത വരും. പക്ഷെ ഇത് നെഗറ്റീവ് ചർച്ചയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ചർച്ചയിൽ അദ്ദേഹം ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ എപ്പോഴൊക്കെ അദ്ദേഹം വടി വെട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ ആ വടി കൊണ്ട് മോദി വാങ്ങിച്ചെടുത്തിട്ട് ഇദ്ദേഹത്തെ അടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിപ്പോ ചർച്ചയായി. എങ്ങനെ ചർച്ചയായി? നെഗറ്റീവ്, കോൺഗ്രസിന്റെ മറ്റൊരു രാഷ്ട്രവിരുദ്ധമായ നയമാണെന്ന രീതിയിൽ അദ്ദേഹത്തിന് തന്നെ എതിരായ ഒരു ചർച്ചയായി മാറി.